ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷം? സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഗാർഡനിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പാടങ്ങനെ കുറച്ചൊക്കെ പണികൾ ഞാനിങ്ങനെ ചെയ്ത സമയത്തൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് എഴുതിയിട്ടാണ് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, എൻ്റെ ആ ഒരു ജംബോ വെറൈറ്റി ഉണ്ടോ, അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 ചട്ടിയിലോട്ട് മാറ്റി നട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല പോലെ തന്നെ പൂത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പൂക്കാൻ തുടങ്ങണുള്ളൂ. അപ്പോൾ നല്ല ഭംഗിയുണ്ട്, നല്ല വലിയ പൂക്കളാണ് ഇതിൽ. ഇത് വൈകുന്നേരം വരെ നിൽക്കും ചെയ്യും കേട്ടോ ഈ ഒരു പൂക്കൾ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ റോസാ ചെടികളൊക്കെ ആകെ കുരുടിച്ച് നിൽക്കുകയായിരുന്നു. ഒന്നും പൂക്കളൊന്നും ഇല്ലാതെ ഇലയൊക്കെ പോയി. ആ ഒരു പുഴുവിൻ്റെ ശല്യം കൊണ്ട്, പുഴുവല്ല ശരിക്കും ആ പൂപ്പൽ വരുന്നതിലൊരു വെള്ള പൂപ്പൽ വന്നാണ്ടില്ല ആ ഒരു ജീവികളുണ്ടല്ലോ, അവരായിരുന്നു. ഒരു പാറ്റ പോലത്തെ ഒരു ജീവി, ചെറിയ ജീവികളാണ്. അപ്പോൾ അവർ വന്നിട്ട് ആകെ തിന്ന് നശിപ്പിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിലൊക്കെ പൂവിടുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അത് ഈ ഒരു ലെൻഡാന ഉണ്ടോ, ഇതും തന്നെ നല്ല പോലെ പൂത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റോസ് കളറാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള കളറാണ്. ഇതിൻ്റെ പൂക്കളും തന്നെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പൂക്കളാണ്. മറ്റേതിലേറൊക്കെ വലിയ പൂക്കളാണ് ഇതിലുണ്ടാവുന്നത്. ഇത് കുറ്റിച്ചെടിയായിട്ട് ഇങ്ങനെ വെട്ടി വളർത്താൻ പറ്റിയതാണ്. അപ്പോൾ ഇതെൻ്റെ ഏഞ്ചലോണിയേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വയലറ്റ് കളറും വൈറ്റ് കളറുമാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇതൊക്കെ കണ്ടോ, അതിൻ്റെ ഈ ചെടികളൊക്കെ ഇങ്ങനെ മുരടിച്ച് വരലാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല ബ്രാഞ്ചസൊക്കെ പുതിയതായിട്ട് വന്നിട്ട് നല്ല ഭംഗിയിൽ തന്നെ നിൽക്കും. അപ്പോൾ ഇതിന് അത്യാവശ്യം വെയിൽ വേണ്ട ഒരു ചെടിയാണ്. വെയിലുള്ള ഭാഗത്ത് വെച്ചാലാണ് ഇത് സ്ട്രൈറ്റ് ആയിട്ട് വളരുള്ളൂ. മറ്റേത് ഇങ്ങനെ വളഞ്ഞ് ഒരു ചായ്ഞ്ഞ് കിടക്കുന്ന രീതിയിലാണ് വളരുക. എൻ്റെ ഈ ബ്ലീഡിങ് ഹാർട്ട് നല്ല പോലെ തന്നെ പൂക്കളിട്ടാണ്ട് വിരിഞ്ഞ് നിൽക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒത്തിരി നാൾ നിൽക്കുന്ന ഒരു പൂക്കളാണ്, നല്ല ഭംഗിയാണ് ഇതിൻ്റെ കളർ കാണാനും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കണ്ടോ, ഇനിയിപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം നമ്മൾ. അല്ലാന്നുണ്ടെങ്കിൽ പുതിയ ബ്രാഞ്ചസ് ഉണ്ടാവില്ല. കാരണം അതിങ്ങനെ മുരടിച്ച് നിൽക്കും. ഈ ഒരു തണ്ട് ഇങ്ങനെ കൊഴിഞ്ഞ് പോകുവോളം അതുപോലെ തന്നെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മൾ ഈ എല്ലാ ബ്രാഞ്ചസും, ഈ പൂക്കൾ നിൽക്കുന്ന എല്ലാ ബ്രാഞ്ചസും കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മളിതിന് വളം ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് 18-18-18 പൊട്ടാഷ്യം പാട മിക്സ് ചെയ്തിട്ട് അതൊരു 2 സ്പൂണൊക്കെ അതിൻ്റെ ചോട് മാറ്റി ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് ആ വളം ഇട്ട് കൊടുക്കുന്ന ഒരു വീഡിയോ ഒന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയില്ല. അതിപ്പോൾ കട്ട് ചെയ്തെടുക്കണത് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ കണ്ടോ, ഈ ഒരു ഉണങ്ങിയിരിക്കുന്ന കമ്പിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ ഇതിൽ നിന്ന് വിത്ത് കിട്ടുമോ. അപ്പോൾ ഇതിൽ വിത്തൊന്നും ഇല്ല കാണിച്ചു തരാൻ. മറ്റേത് നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് ചില സമയത്ത് അതിൽ വിത്തുകൾ ഉണ്ടാവും. ആ വിത്ത് പാകിയാണ്ട് നമുക്ക് ഈ ചെടി ഉണ്ടാക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഈ കട്ട് ചെയ്തെടുക്കണേന്ന് കമ്പിൽ നിന്ന് ഒരു കമ്പ് നട്ട് കൊടുത്താൽ മതി. അത് പെട്ടെന്ന് തന്നെ പിടിച്ചിട്ടുകയും ചെയ്യും. ഇത് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റിയൊരു ചെടിയാണ്. നല്ല ഭംഗിയാണ് ഇത്. അതുപോലെ തന്നെ ഇത് നമുക്ക് കുറ്റിച്ചെടിയായിട്ട് വളർത്താം കേട്ടോ. ഇങ്ങനെ വള്ളിയായിട്ട് വളർത്തണമെന്നില്ല. ഞാനിപ്പോൾ അധികം ഒന്നും ഇങ്ങനെ ഇത് പടർത്തി കൊണ്ടുപോകണില്ല. എൻ്റെ മതിലിൻ്റെ ഒരു വശത്ത് നിന്ന് അങ്ങോട്ട് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്ന രീതിയിലാണ് ഇത് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നമ്മൾ അതിന് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇനി നമുക്ക് അതിന് വളം കൊടുക്കണം. നെക്സ്റ്റ് ഞാൻ എത്തിയിട്ടുള്ളതിൻ്റെ വയലറ്റ് ലെൻഡാൻ്റെ അടുത്താണ് കേട്ടോ. ഇതുമ്പോൾ അത്യാവശ്യം പൂക്കളൊക്കെ എപ്പോഴും ഉണ്ട്. പക്ഷേ ഇനിയും നമ്മളതിങ്ങനെ വെച്ചുകൊണ്ട് നിന്നാൽ ആ കൊമ്പൊക്കെ ഇങ്ങനെ മുരടിച്ച് പോകും. കാരണം അതിൻ്റെ വളമൊക്കെ നഷ്ടപ്പെട്ട് പോകും. കാരണം ഉണങ്ങിയതും ഇനി പൂക്കാനുള്ളതൊന്നും ബ്രാഞ്ചസ് ഒന്നും പുതിയതുണ്ടാവില്ല. ആ ഒരു ബ്രാഞ്ചസ് ഇങ്ങനെ മുരടിച്ച് നിന്നിട്ട് ആ ഇലയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് പോകാൻ തുടങ്ങും. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാലേ തിക്കായിട്ട് വളരുള്ളൂ. ഇനിയും ആകുമ്പോൾ എല്ലാ ബ്രാഞ്ചസിൽ നിന്നും പുതിയ പുതിയ നോഡുകളൊക്കെ വന്നുകൊണ്ട് വീണ്ടും അതുമേ പൂക്കളുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതുമേ ഇങ്ങനെ എപ്പോഴും പൂക്കളുണ്ടല്ലോ എഴുതിയിട്ട് ഇത് കട്ട് ചെയ്യാതെക്കാൻ പാടില്ല. അപ്പോൾ നമ്മളിതൊക്കെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് അതിൻ്റെ ചുറ്റുഭാഗം കട്ട് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ ഒരു ലെയർ പോലെ ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യണത്. മുടിയൊക്കെ കട്ട് ചെയ്യണ പോലെ അതിന് മുകളിലായിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട്. അപ്പോൾ എല്ലാ പൂക്കളിലെ ബ്രാഞ്ചും കട്ട് ചെയ്യണം കേട്ടോ. അതും അത് മുഴുവനായിട്ട് അതിൽ പൂക്കളോ മുട്ടുകളോ ഒന്നും ഇനി ബാക്കി ഉണ്ടാവരുത്. ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇത്രയും ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തുട്ടോ. അപ്പോൾ ഇത് നട്ടുപിടിപ്പിച്ചാൽ, ഈ കമ്പൊക്കെ നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ശരിക്കും ഞാനിത് കട്ട് ചെയ്യണ സമയത്ത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാറാണ്. തൽക്കാലം നമുക്ക് ഇതിവിടെ മാറ്റി വെക്കാം. എന്നിട്ട് ആരാ വരുന്നതെന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കാമെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ എന്തായാലും കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ തീരും കേട്ടോ. പിന്നെ അതുപോലെ അതാ ഈ ഒരു ചെടിയാണോ, ഇതിലും തന്നെ അത്യാവശ്യം പൂക്കളുടെ. പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ലേ, ചെറിയൊരു തൈയാണ്. ഇങ്ങനെ പെട്ടെന്ന് പൂടാൻ അയക്കാൻ പാടില്ല ശരിക്കും. ഞാനത് അന്ന് കട്ട് ചെയ്യാൻ എനിക്ക് മടിയായതുകൊണ്ട് കട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് എല്ലാ ചെടികളും കട്ട് ചെയ്യണ കൂട്ടത്തിൽ ഇതും കൂടി കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് എഴുതിയിട്ടാണ്. ഞാൻ ഈ നെക്സ്റ്റ് ടൈമിൽ നല്ല പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഈ ഒരു നോട് കണ്ടോ, അത് അവിടെ ഈ ബെൻഡ് ചെയ്ത് കിടക്കുന്നിടത്ത് കണ്ടോ അങ്ങനെ പുതിയ പുതിയ തളിരുകൾ വരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അതിനോട് ചാരിയനെ കട്ട് ചെയ്യാമെന്നാണ് ഞാൻ കരുതിയിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് പുതിയ ബ്രാഞ്ചസ് വരും. അപ്പോൾ 2 ലീഫിൻ്റെ ആ നോഡിൽ നിന്ന് 2 ഭാഗത്തുനിന്നും പുതിയ തളിർപ്പുകൾ വരും കേട്ടോ.
അപ്പോൾ ഈ ഒരു ചെടി ശരിക്കും ഞാൻ ടെക്കോമ എന്നാണ് ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ പേര് അതന്നെ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഇത് വാങ്ങിയ സമയത്തും ആ പേര് പറഞ്ഞിട്ടാണ് കടയിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ടെക്കോമ വിഭാഗത്തിൽപ്പെട്ട ചെടി അല്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ പേര് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ഒറിജിനലി ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ എനിക്കും ആ കൺഫ്യൂഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ പറയണേ. അപ്പോൾ അത് നമ്മൾ ഈ ചെടികളൊക്കെ കട്ട് ചെയ്തതൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് പിന്നെ ഇങ്ങനെ വരും, അപ്പോൾ അവരൊക്കെ കൊണ്ടുപോയിക്കോളും. പിന്നെ അതുപോലെ നമ്മൾ ഈ ഒരു ചെടിയൊക്കെ ഒന്ന് ഇതിൻ്റെ ആ ഒരു ഉണങ്ങിയ ലീഫും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതിൽ നിന്ന് ഒത്തിരി മുട്ടുകൾ വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ചെടിയാണ്. ഇതുപോലെ നീണ്ട് വളരില്ല ആ ചെടി. പിന്നെ എൻ്റെ അരേലിയ സുന്ദരികളൊക്കെ ഞാൻ നല്ല പോലെ മുടിയൊക്കെ വെട്ടി സുന്ദരികളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 5 എണ്ണം ഉണ്ട് ഇപ്പോൾ ഈ ഒരു ചട്ടിയിൽ കേട്ടോ. അപ്പോൾ ഈ ഒരു ചട്ടിയിലോട്ട് ഞാനത് മാറ്റുന്നതും ഇപ്പോൾ എങ്ങനെയാണ് ഈ ബോൾ ഷേപ്പിലാക്കി എടുക്കണമെന്നൊക്കെ കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ അതൊന്ന് കണ്ടാൽ മതി. അപ്പോൾ ഇതിപ്പോൾ നല്ല പോലെ തന്നെ വെട്ടി നിർത്തിയിട്ടുണ്ട്. എൻ്റെ ഈ ഗാർഡൻ്റെ ഈ ഒരു ഭാഗം സെറ്റ് ചെയ്യണമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിരുന്നൊരു ഗാർഡനാണ്. ഇപ്പോൾ ഇവിടെ എനിക്ക് സുഖമില്ലാതായതുകൊണ്ട് ഇതൊന്നും അധികം ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ ഒരു പുല്ലിലൊക്കെ തന്നെ ഒരു കറുത്ത ടൈപ്പ് ഉറുമ്പുകൾ വന്നുകൊണ്ട് കൂട് കൂട്ടിയിട്ട് അതൊക്കെ അവർ ആ വേരൊക്കെ തിന്ന് തീർത്തിട്ടാവുന്നു. അവിടെയൊക്കെ ഫുള്ള് ചെടികളും പോയി. പിന്നെ അതുപോലെ തന്നെ സ്റ്റാർ ഗ്രാസ് ഏകദേശം 2 വർഷത്തോളം അയക്കണം. അതുകൊണ്ട് അതൊക്കെ മാറ്റി നടാനയക്കണു. അപ്പോൾ ഞാൻ പുതിയതായിട്ട് സ്റ്റാർ ഗ്രാസ് കുത്തി കൊടുത്തതാണ് കേട്ടോ. അവിടെ അപ്പോൾ ആ കറുത്ത കളറിൽ ഇങ്ങനെ കാണുന്ന ഓരോ ഡോട്ട്സുകൾ. കാരണം വെയിൽ അധികം ആയതുകൊണ്ട് അതൊന്നും പിടിക്കണില്ല. ഇനി വേര് പിടിപ്പിച്ച ചെടികളുണ്ട് എൻ്റെ അടുത്ത്, അത് അവിടെ നട്ട് കൊടുക്കണം. പിന്നെ അതുകൊണ്ടോ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് കുറച്ച് അതിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇനി ഇവിടെ അധികം ചമ്മലകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കട്ടെ. അപ്പോൾ ഏകദേശം എൻ്റെ കട്ട് ചെയ്യാനായ ചെടികളൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അവർക്കൊക്കെ വേണ്ട വളങ്ങൾ കൊടുക്കണം. അപ്പോൾ വളം ഞാൻ ഈ സമയങ്ങളിൽ കൊടുക്കാറില്ല. അത് രാവിലെ സൂര്യൻ ഉദിച്ച്, അതായത് വെയിൽ നമ്മളെ ചെടികൾക്ക് തട്ടുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ടൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് കൊടുക്കുക. ആ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ വളങ്ങൾ കൊടുക്കുന്ന പല വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി ഞാൻ ഏതൊക്കെ വളങ്ങളാണ് കൊടുക്കുന്നത് ഞങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്, ഞാൻ ഏതൊക്കെ വളങ്ങൾ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബായ്.